ധാരാളം അവസരങ്ങൾ നിറഞ്ഞ ലോകത്തിൽ ചില ആളുകൾ വിദേശത്ത് വിജയത്തിന്റെ പിറകെ പാഞ്ഞു നടക്കും. എന്നാൽ ചില വ്യക്തികൾ അതേ വിജയം വീട്ടിലേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കും. അങ്ങനെയുള്ള ഒരു വ്യക്തിയാണ് ആശിഷ് ഡെക്കോലെ. ഒരു ഇന്നോവേറ്റീവായ ഡ്രീമറാണ്. ഏറ്റവും പ്രധാനം, അദ്ദേഹം ഒരു ഫാമിലി മാനാണ്. ഞാൻ മിനിമത്തില് 12 വർഷം കൊണ്ട് 5 കമ്പനികൾ മാറിയിട്ടുണ്ട്. ധാരാളം ഓഫറുകൾ കിട്ടിയിട്ടുണ്ട്, യൂറോപ്പിലും കിട്ടിയിട്ടുണ്ട്. അതിനുശേഷം നോർവേയിൽ പോകാനുള്ള ഒരു ചാൻസ് വന്നിരുന്നു. പക്ഷെ ഞാൻ ആ ഒരു ചാൻസും റിഫ്യൂസ് ചെയ്യുകയാണ് ചെയ്തത്. ഇദ്ദേഹം വിദേശത്തുള്ള ഒരു കാര്യങ്ങളും സ്വീകരിച്ചില്ല. സ്വന്തം രാജ്യത്തെ ശക്തിപ്പെടുത്താനും ഇവിടുത്തെ കാര്യങ്ങൾ ഉപയോഗിക്കാനുമാണ് ശ്രമിച്ചത്. ബിക്കോസ് വൈൽ ടാലന്റ് ക്യാൻ ബിലോങ് എനിവെയർ, പർപ്പസ് ബിലോങ് ഹിയർ. നമസ്കാരം ടൈറ്റൻസ്, ഞാൻ ആശിഷ് ടാക്കോളയാണ്. ഞാൻ മഹാരാഷ്ട്രയിലെ പൂനെയിൽ നിന്നാണ് വരുന്നത്. ഞാനിവിടെ നിങ്ങളെ എല്ലാവരെയും കൂടുതൽ പണക്കാരനാക്കാനാണ് വന്നത്. ഓഡിയൻസ്, നിങ്ങളിൽ ആരൊക്കെയാണ് ബിസിനസ്സുകാരാകണമെന്ന് ആഗ്രഹിക്കുന്നത്, അല്ലെങ്കിൽ പണക്കാരാകാൻ ആഗ്രഹിക്കുന്നത്? എല്ലാവരും ഉണ്ട്. ഞാനും ആകാൻ ആഗ്രഹിക്കുന്നു. എനിക്കും ആഗ്രഹമുണ്ട്. എന്താ, തീർച്ചയായും. എന്നാ നിങ്ങളോടൊരു കാര്യം പറയട്ടെ. വീട്ടിലിരുന്നു കൊണ്ട് തന്നെ എങ്ങനെ പൈസ ഉണ്ടാക്കാൻ പറ്റുമെന്ന് നിങ്ങൾക്ക് അറിയാമോ? അറിയാൻ ആഗ്രഹമുണ്ടോ? ഉറപ്പല്ലേ? ദേ ഇങ്ങനെ. ടൈറ്റൻസ്, ഇതാണ് വെൻഡി ബൈറ്റ്, ഇന്ത്യയിലെ ഏറ്റവും യൂണിക്കായ വെൻഡിങ് മെഷീൻ. ഇത് ഞാൻ കുറച്ച് കഷ്ടപ്പെട്ട് തന്നെ ഉണ്ടാക്കിയതാണ്. ഈ മെഷീന് വെറും 30 സെക്കൻഡ് കൊണ്ട് നിങ്ങൾക്ക് വേണ്ടത് സെർവ് ചെയ്യാൻ പറ്റും. നാടൻ സ്ട്രീറ്റ് ഫുഡ്, ബിവറേജസ്, മീൽസ്, പിന്നെ സ്നാക്സ്. ടൈറ്റൻസ്, ഞാൻ വളരെ അഭിമാനത്തോടു കൂടി തന്നെ ഒരു കാര്യം പറയാൻ ആഗ്രഹിക്കുകയാണ്. ദിസ് മെഷീൻ 100% മെയ്ഡ് ഇൻ ഇന്ത്യയാണ്. വെരി ഗുഡ്. അതുമാത്രമല്ല, മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള സാധാരണ വെൻഡിങ് മെഷീനേക്കാളും ഇതിനെ വ്യത്യസ്തമാക്കുന്ന പ്രത്യേകിച്ച് 3 ഗുണങ്ങൾ ഇവയ്ക്ക് ഉണ്ടെന്നുള്ളതാണ്. ഒന്നാമത്തെ കാര്യം, ഇത് ഫുള്ളി ഓട്ടോമേറ്റഡ് ആണ്. അതുപോലെ ഹൈജീനിക് ആണ്, ഫ്രഷ് ആണ്, അത് പെർഫെക്റ്റ് ആണ്. അഴുക്കുകൾ പുരണ്ട കൈകൾ തൊടാൻ യാതൊരു സാധ്യതയുമില്ല. രണ്ടാമത്തേത്, ഈ മെഷീൻ UPI എനേബിൾഡ് ആണ്. അതോടൊപ്പം IoT ടെക്നിക്കും ചേർന്നതാണ്. അതായത് ചില്ലറ പ്രശ്നങ്ങളുടെ കാര്യം മറക്കൂ, ഓൺലൈൻ പേയ്മെന്റ് ചെയ്യൂ, അങ്ങനെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ആഹാരം കഴിക്കൂ. മൂന്നാമത്തെ കാര്യം, ഈ മെഷീൻ ഇൻസ്റ്റാൾ ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് ആകെ 2 അടിക്ക് 2 അടി സ്ഥലം മാത്രം മതി. ഒരു ഇലക്ട്രിക് പോയിന്റും വേണം. ഇനിയിപ്പോൾ അതില്ലെങ്കിലും ബാറ്ററി കൊണ്ട് കാര്യം നടന്നോളൂ. ടൈറ്റൻസ്, ഞങ്ങൾ ഇതുവരെ ഏകദേശം 250 യൂണിറ്റ്സിനേക്കാൾ കൂടുതൽ സ്വദേശത്തും വിദേശത്തുമായിട്ട് മോൾസിലും മൾട്ടിപ്ലക്സിലും മെട്രോ സ്റ്റേഷനിലും ഒക്കെ, അതുപോലെ ഫുഡ് കോർട്ടിലൊക്കെ എല്ലായിടത്തും ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. എല്ലായിടത്തും ഇത് അടിച്ചു പൊളിച്ചു പോകുന്നുണ്ട്. ഇതിന്റെ ഓണേഴ്സ് മോശമില്ലാത്തൊരു ലാഭം നേടുന്നുമുണ്ട്. അപ്പോൾ ടൈറ്റൻസ്, വെൻഡി ബൈറ്റിന്റെ ഈ യുണീക് സ്റ്റൈലുള്ള ഈ ബിസിനസ് സപ്പോർട്ടറെ ലോകം മുഴുവനായിട്ട് എത്തിക്കാൻ ഇപ്പോൾ എനിക്ക് വേണ്ടത് 2 കോടി രൂപയാണ്. അത് 5% ഇക്വിറ്റിയിൽ. അപ്പോൾ ഈ രീതിയിൽ നിങ്ങൾക്ക് എനിക്ക് കൈതരാൻ പറ്റുമോ? അല്ല ആശിഷ് സാർ, നിങ്ങൾ ആദ്യം ഒരു കാര്യം പറയണം. അതായത് ഈ വെൻഡിങ് മെഷീന്റെ ഐഡിയ ഉണ്ടല്ലോ, അതിന്റെ തുടക്കം എങ്ങനെയായിരുന്നു? ഐ വാസ് വർക്കിംഗ് ഇൻ MNC ഇൻ 2014. ഞാനപ്പോൾ യൂറോപ്പിൽ പോയിരുന്നു. നോർത്ത് യൂറോപ്പ് ഓൺ സൈഡിലെ സ്വീഡനിലെ. അവിടെ നമ്മുടെ ഇന്ത്യക്കാരുണ്ടായിരുന്നു, കുറച്ച് ബംഗ്ലാദേശികളുണ്ടായിരുന്നു, പിന്നെ പാകിസ്ഥാൻകാരുണ്ടായിരുന്നു. അവിടെ ഗ്രോസറി ഷോപ്പ് നടത്തുന്നവരായിരുന്നു. അവരുടെ അടുത്ത് ഞാനൊരു കാര്യം ശ്രദ്ധിച്ചു. ഇന്ത്യയിൽ നിന്ന് വരുന്ന സ്ട്രീറ്റ് ഫുഡ് പോലുള്ള കാര്യങ്ങളുണ്ട്, ഈ ഫാമിലി പാക്ക് പോലെയുള്ളത്. അതോടെ ഇൻപുട്ട് ആകുന്നുണ്ട്, ഒറ്റ ദിവസം കൊണ്ട് തീരുന്നുമുണ്ട്. അപ്പോൾ ഞാൻ അവരോട് പറഞ്ഞു, അല്ല ഇത് പുറത്തൊരു സ്റ്റോൾ പോലെ വെച്ച് ചെയ്യുകയാണെങ്കിൽ എളുപ്പമായിരുന്നില്ലേ? പക്ഷെ അയാൾ പറഞ്ഞതേ, സാർ അതൊക്കെ ശരിയാണ്, പക്ഷേ സേഫ് ആയിട്ടുള്ള ഒരു ഹാൻഡ്സ് ഇല്ലെന്നാണ്. ഇതൊക്കെ സെർവ് ചെയ്യണ്ടേ? ഒരു സെക്കൻഡിൽ ഞാൻ പറഞ്ഞു, ഞാൻ വല്ല റോബോട്ടിക് ഹാൻഡ് ഉണ്ടാക്കാം. അതോടെ അയാൾ എന്നെ ഒരുപാട് ഫോളോ ചെയ്തു. അതുകൊണ്ട് എനിക്ക് ഈ മെഷീൻ ഉണ്ടാക്കേണ്ടി വന്നു. പക്ഷെ തിരിച്ചു വന്നപ്പോൾ ആ ഐഡിയ എനിക്ക് ക്ലിക്കായി. അപ്പോൾ ഞാനിതിൽ വർക്ക് ചെയ്യാനും തുടങ്ങി. പിന്നെ 2019 ഞാൻ റിസൈൻ ചെയ്തു. എന്നിട്ട് ഫുള്ളി ഞാൻ ഈ പരിപാടി തുടങ്ങി. ആദ്യം ഈ പാനിപൂരി വെൻഡിങ് മെഷീനിൽ നിന്നാണ് ഞാൻ തുടങ്ങിയത്. ഇപ്പോൾ എൻ്റെ കയ്യിൽ മാക്സിമം ഒരു 50 വ്യത്യസ്തമായ ടൈപ്പിലുള്ള മെഷീൻസ് ഉണ്ട്. അതിൽ ചിലത് എക്സ്ക്ലൂസീവ് പ്രോജക്റ്റ് ആണ്, ചിലതിൻ്റെ സ്റ്റാൻഡേർഡ് പ്രോജക്റ്റ് ആണ്. ഈ പറഞ്ഞ പോലെ 3 കണ്ടിന്യൂസ്ലി വി ആർ സെല്ലിംഗ് ദിസ് പ്രോഡക്റ്റ് ഇൻ മാർക്കറ്റ്. ഇറ്റ് ഈസ് എ ഫാന്റാസ്റ്റിക് പ്രോഡക്റ്റ്. നല്ല ഇംപ്രഷൻ തോന്നുന്നു.
താങ്ക് യു. താങ്ക് യു സർ. It deserves a round of applause. ഇതിന്റെ കോസ്റ്റിംഗ് എത്രയാണ്? സർ ആ ഒരു മെഷീൻ 1.5 ലാഖിൻ്റെയാണ്. ഓക്കെ. പിന്നെ ഈ മെഷീൻ ഇതിൽ ഷേക്ക്, കോൾഡ് കോഫി, പിന്നെ പലതരത്തിലുള്ള ബിവറേജസ്, കൂൾ ബിവറേജസ് എല്ലാം ഉണ്ടാക്കാം. ഈ മെഷീൻ 1.9 lakhs ആണ് വരുന്നത്. ഓക്കെ. ദിസ് മെഷീൻ ഫോർ പാക്ക് സ്നാക്സ്. ഇതിൽ ഹോട്ട് എയർ ബ്ലോർ ഘടിപ്പിച്ചിട്ടുണ്ട്. അത് ഏതെങ്കിലും കോർപ്പറേറ്റ് കമ്പനിയിൽ ലഞ്ച് ടൈമിലോ ബ്രേക്ക്ഫാസ്റ്റ് ടൈമിലോ ഒരു 2-2.5 മണിക്കൂറൊക്കെ ഇതങ്ങ് അടിച്ചു പൊളിക്കും ആ സമയത്ത്. സർ ഫസ്റ്റ് ഓഫ് ഓൾ പറഞ്ഞു തരേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ പാനിപ്പൂരി മെഷീൻസ് ഒക്കെ എങ്ങനെയാ വർക്ക് ചെയ്യുന്നത്, അത് കഴിക്കാൻ കൂടി തന്നാലേ ഞങ്ങൾക്ക് മനസ്സിലാവും. Of course, please come. സോ ലെറ്റ്സ് ഗോ. Yeah. This is UI. യാ I am going to order. ഞാനിപ്പോ ഇത് സെലക്ട് ചെയ്തു. Yeah. എനിക്കിപ്പോ ഒരു പാനിപ്പൂരി വേണം. ഓക്കെ, ചോക്ലേറ്റ് പാനിപ്പൂരി ഉണ്ട്, മസാലയുണ്ട്. സാധാരണ ടൈപ്പ് ഉണ്ട്. യാ അപ്പോൾ ഞാനിത് ഈ ഒന്ന് സെലക്ട് ചെയ്യുന്നു. ഇപ്പൊ മൾട്ടിപ്പിൾ വേണമെങ്കിൽ അങ്ങനെ സെലക്ട് ചെയ്യാം. ജസ്റ്റ് ഷോ യു. ആ 40 രൂപയുടെ. അപ്പോൾ ഉടനെ 40 രൂപയുടെ QR കോഡ് ഷോ ആവും. സോ ഡയറക്ട്ലി ടു ദ QR കോഡ്. അപ്പോൾ ഞാൻ എൻ്റെ UPI ആപ്പ് താങ്ക് യു ഫോർ ഉപയോഗിക്കുന്നു. ദ ട്രീറ്റ്. Now I'll pay. ഇതിലിങ്ങനെ പേ ആവുന്ന സമയത്ത് Yeah. ഇതിൽ അക്നോളജ്മെന്റ് കാണും. സി വളരെ എളുപ്പം കഴിഞ്ഞല്ലോ. അതെ അതെ. ഓക്കെ, ഇനി ഒരു 20-30 സെക്കൻഡിനകത്ത് തന്നെ പ്ലേറ്റ് വരും. അതിപ്പോ നിറച്ചുകൊണ്ടിരിക്കുകയാണ്. ഐ സി. ഇനി നോക്കിക്കോളൂ. ഓ വെരി Order നൈസ്. complete ഇവിടെ തന്നെ സ്റ്റാറ്റസ് കാണിക്കും അല്ലേ? അതെ, സ്റ്റാറ്റസ് കാണിക്കും. വെരി ഗുഡ്. ഇപ്പൊ ബ്ലൂ ലൈറ്റ് മിന്നുന്നില്ലേ? ആ അപ്പോൾ നിങ്ങൾക്ക് ഈ പ്ലേറ്റ് എടുക്കാം. അതായത് നിങ്ങളിപ്പോ ഈ പ്ലേറ്റ് എടുക്കുന്നില്ലെങ്കിൽ അതുവരെ ഇത് ഹോം സ്ക്രീനിൽ Oh, I വരില്ല. see. രണ്ടാമത്തെ ഓർഡർ എടുക്കുകയില്ല. ഓക്കെ, ഐ ടേക്ക് ഇറ്റ്. യു വാണ്ട് ഇറ്റ്? യെസ്. ഇപ്പൊ നിങ്ങൾക്ക് ഓരോരോ പൂരിയായിട്ട് ഇപ്പൊ എടുക്കാം. ഓ ഈ കവർ മാറ്റല്ലേ? ആ കവർ മാറ്റിക്കോളൂ, ജസ്റ്റ് ഫോർ യുവർ സേഫ്റ്റി. അങ്ങനെ ഏത് ഫ്ലേവർ ആണോ വേണ്ടത് അതെടുക്കാം. കറക്റ്റ്. ദിസ് ഈസ് അതെ, സെൻസർ ആണ്. Sensor. സെൻസർ. ഓ നൈസ്. ഇതെല്ലാം ഓൾറെഡി സെറ്റ് ആണ്. ദാറ്റ്സ് മച്ച് ക്വാണ്ടിറ്റി ഓൺലി ഡിസ്പേഴ്സ്. ഓ വെരി നൈസ്. ഓക്കെ, നൗ ഇറ്റ്സ് എ റിയൽ ടെസ്റ്റ്, നോ? യെസ്. Not bad at all. My fellow Titans should try this hygiene pani puri. Please come. Vending machine ഉണ്ടാക്കിയതാണ്. പ്ലീസ്. We love to go around the world and vend things from the machine. കൊള്ളാം, കണ്ടിട്ട് അടിപൊളിയാണെന്ന് തോന്നുന്നു. പാനിപ്പൂരി മുകളിൽ നിന്ന് താഴേക്ക് വരികയാണോ അതോ ഓൾറെഡി ട്രെയിൽ തന്നെ ഉള്ളതാണോ? അല്ല, ഇത് വെറും ഷോയ്ക്ക് ഓ വേണ്ടിയാണ്. ഷോയ്ക്കാണല്ലേ? അതെ, അകത്ത് എല്ലാം കറക്റ്റ് ആയിട്ട് പ്ലേറ്റിൽ വരുന്ന പോലെ എല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട്. But the filling is getting done there. huh? ഫില്ലിംഗ് ഇസ് ഗെറ്റിംഗ് ഡൺ. ഈ മെഷീന് ഒരു തവണ 100 പ്ലേറ്റിന്റെ കപ്പാസിറ്റി ഉള്ളതാണ്. ക്വാണ്ടിറ്റി മാനുഫാക്ചർ. നിങ്ങളുടെ ഈ ഫാക്ടറി ഉണ്ടല്ലോ, അത് ഏത് സൈസിലെ ഫാക്ടറിയാ? ഇപ്പോ 5000 സ്ക്വയർ ഫീറ്റിലാണ്. 5000 സ്ക്വയർ ഫീറ്റിൽ നിങ്ങളുടെ പ്രൊഡക്ഷൻ കപ്പാസിറ്റി എത്രയാണ്? എത്ര വർക്കേഴ്സ് നിങ്ങളുടെ കൂടെയുണ്ട്? ഇപ്പോ പറയുകയാണെങ്കിൽ എന്റെ ഫാക്ടറിയിൽ ഒരു 19 പേരാണുള്ളത്. ഔട്ട് ഓഫ് 19, 11 ആർ എഞ്ചിനീയേഴ്സ്. ബാക്കിയെല്ലാം പ്രൊഡക്ഷൻ ലൈനാണ്. ഓക്കെ, അപ്പോൾ ടോട്ടലായിട്ട് എത്ര മെഷീന്റെ കപ്പാസിറ്റി ഉണ്ട് ഒരു മാസത്തെ കണക്കിൽ? മന്ത്ലി ഒരു 50 മെഷീൻസ് ഒക്കെ ഇറക്കാം. ഇതുവരെ ഇപ്പോൾ ഞങ്ങൾ ഇത്രയും പ്രൊഡക്ഷൻ ഒന്നും ചെയ്തിട്ടില്ല. മന്ത്ലി ഒരു 10-12 മെഷീനെ ഇറക്കുന്നുണ്ടായിരുന്നുള്ളൂ. പക്ഷേ ഇപ്പോൾ അടുത്തായിട്ട് 40 to 50 മെഷീന്റെ പ്രൊഡക്ഷൻ കപ്പാസിറ്റി ആയിട്ടുണ്ട്. മന്ത്ലി അല്ലേ? അതെ, മാസത്തിൽ. അപ്പോ 10 to 12 ലക്ഷം വരെയുള്ള ടേൺ ഓവർ ഒരു മാസത്തിൽ കണക്കാക്കാം, അങ്ങനെയല്ലേ? 18-19 എംപ്ലോയീസ്, അവരുടെ സാലറി ജസ്റ്റ് ഒന്ന് ബ്രേക്ക് ചെയ്ത് പറയുകയാണെങ്കിൽ ഒരു മാസത്തെ ചെലവ് എങ്ങനെയാണ്? ഇപ്പൊ നമ്മുടെ റെന്റ്, അതായത് പുതിയ ഫാക്ടറിയുടെ റെന്റ് തുടങ്ങിയിട്ടുണ്ട്, സാലറീസും ഉണ്ട്. ആഹാ, അതായത് ഒരു പെർസെന്റേജ് വൈസ് ബ്രേക്ക് പറഞ്ഞാലും മതി. എത്ര വരും സാലറി? ഇപ്പൊ എത്ര പെർസെന്റേജാ? അതായത് ഈ ചെലവുകളൊക്കെ കഴിച്ച് ഞങ്ങളുടെ കയ്യിൽ ഏകദേശം ഒരു 30 to 40% ഉണ്ടാവും. Net margin. അതെ അതെ, നെറ്റ്. എല്ലാം കഴിഞ്ഞിട്ട് 40%. യെസ് സർ. അങ്ങനെ ഇപ്പൊ ഏത് കച്ചവടം ഉള്ളത്? ഇപ്പോൾ ഇതിന് നല്ല ഡിമാൻഡ് ഉള്ളത് കൊണ്ട് കൂടുതലായി ഉണ്ടാക്കേണ്ടി വരുമെന്ന് നിങ്ങൾ പറഞ്ഞല്ലോ. അപ്പൊ ഈ ഡിമാൻഡ്സ് എവിടെ നിന്നാ വരുന്നത്? അത് ഇന്ത്യയിൽ നിന്ന് തന്നെ ധാരാളം വരുന്നുണ്ട്. അതായത് ഇനി ഇൻഫ്രാസ്ട്രക്ചർ കൂടുമ്പോൾ അതുപോലെ വെൻഡിംഗ് മെഷീന്റെ കൾച്ചറും കൂടും. വെൻഡിംഗ് മെഷീന്റെ ഈ ഒരു കൾച്ചർ ഇന്ത്യയിൽ എത്ര കൂടുതലായിട്ടാണ് ഇപ്പോൾ എക്സ്പാൻഡ് ചെയ്തു വരുന്നത്? അതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അസസ്മെന്റ് എന്താണ്? ആദ്യം ഞാനിത് തുടങ്ങിയ സമയത്ത് എല്ലാവരും ചിരിക്കുകയായിരുന്നു. നീ എന്തായി ചെയ്യുന്നത്? ATM-ൽ പണം വരുന്നത് പോലെ ഭക്ഷണം വിൽക്കാൻ പറ്റുമോ? വീട്ടിലുള്ളവരടക്കം. പക്ഷെ അതിനുശേഷമാണ് ഈ കോവിഡ് വരുന്നത്. കോവിഡ് എനിക്ക് ശരിക്കും ഒരു റോക്കറ്റ് സ്പീഡാണ് തന്നത്. ഈ ഹൈജീൻ എന്ന വിഷയമുണ്ടല്ലോ, അതിന്റെ സ്പെല്ലിംഗ് പോലും അറിയാത്തവർക്ക് ഇത് എന്താണെന്ന് മനസ്സിലായി. അതിനുശേഷം ഞാൻ കൂടുതൽ ടാർഗറ്റ് ചെയ്തത് ഈ പാനിപ്പൂരി മെഷീനിലാണ്. കാരണം ഇത് കൂടുതൽ അൺഹൈജീനിക് ആയ ഒരു സെക്ടറാണ്. ഭയങ്കര പ്രശ്നമുള്ളതാ. മിക്കവാറും ഫാമിലീസ് ഒക്കെ വന്നിട്ട് ഇത് കുട്ടികളോട് കഴിക്കണ്ട എന്ന് പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. പക്ഷെ ഇത് മെഷീനിൽ കാണുമ്പോൾ കഴിച്ചോളാൻ പറയും. പക്ഷെ ഇനിയിപ്പോൾ ഏതെങ്കിലും ഒരു നല്ലൊരു ഫുഡ് ബ്രാൻഡ് ആയി കഴിഞ്ഞാൽ അഗൈൻ ഫാന്റാസ്റ്റിക്. പക്ഷേ ഈ പാനിപ്പൂരി ഇങ്ങനെ വാങ്ങിച്ച് വായിലിടുന്നതിന്റെ ഒരു രസമുണ്ടല്ലോ, അത് വെൻഡിംഗ് മെഷീനിൽ ഉണ്ടാവും തോന്നില്ല. അതായത് അദ്ദേഹം ചോദിക്കുന്നത് ഇത്രയേ ഉള്ളൂ, പാനിപ്പൂരി ഹൈജീനിക് ആണെങ്കിലും അതിൽ അതേപോലെയുള്ളൊരു ടേസ്റ്റ് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ടോ?
തീർച്ചയായും. അല്ല, അതാണ് വിഷയം. അതിന്റെ ആ ഒരു മിക്സിംഗ് നമ്മൾ കാണുമല്ലോ. നോക്കൂ, ഞാൻ ഈ പ്രോഡക്റ്റ് ഇന്നോവേഷനിൽ വളരെ ഹാപ്പിയാണ്. പക്ഷേ ഈ കസ്റ്റമറുടെ അംഗീകാരം, പിന്നെ ഇതിന്റെ ബിസിനസ് മോഡലിലൂടെ വെച്ച് നോക്കുമ്പോൾ എനിക്ക് കുറച്ച് ചോദ്യങ്ങൾ ചോദിക്കണമെന്നുണ്ട്. ചില കസ്റ്റമേഴ്സ് ഉണ്ട് മൾട്ടിപ്പിൾ മെഷീനൊക്കെ വെക്കുന്നവര്. അത് പിന്നെ ഈ റിമോട്ട് സ്ഥലത്തൊക്കെ ആയിരിക്കും. അപ്പോൾ അവരുടെ ഈ കൺട്രോൾ സെന്റർ ഉണ്ടല്ലോ, അവിടേക്ക് ഇതിന്റെ ഇൻഫർമേഷൻ പോകുന്നുണ്ടാകും. ഏത് രീതിയിലുള്ള കൺട്രോളാണ് അവർ ഇതിൽ കാണുന്നത്? കാരണം ഇത് കൃത്യമായിട്ട് നടക്കുന്നുണ്ടോ എന്ന് കാണണമല്ലോ, സാധനം തീരുന്നുണ്ടോ എന്ന് അറിയണം. അപ്പോൾ ഇതിന്റെ ഇന്റർഫേസ് എന്താണ്? സാർ, അതിന് VMM എന്ന് പേരുള്ളൊരു ടൂളുണ്ട്, വെൻഡിങ് മെഷീൻ മാനേജ്മെന്റ്. ഞാൻ നേരത്തെ പറഞ്ഞിരുന്നല്ലോ, ഇത് IoT എനേബിൾഡ് ആണ്. അപ്പോൾ VMM ചെയ്യുന്നത് മെഷീനിൽ സെയിൽസ് നടക്കുമ്പോൾ അത് സെർവറിലോട്ട് ഡാറ്റാസ് അയക്കും. സെർവർ അത് മൊബൈൽ ആപ്പിലേക്ക് അയക്കും. നിങ്ങളിപ്പോൾ US-ലാണെങ്കിൽ നിങ്ങളുടെ മെഷീൻ ഇന്ത്യയിൽ ഇരുന്ന് ഇവിടെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കും. നിങ്ങളുടെ കയ്യിൽ ഇപ്പോൾ 100 മെഷീൻ ഉണ്ടെങ്കിലും നിങ്ങൾക്ക് വീട്ടിലിരുന്നു കൊണ്ട് അത് കാണാം. അതായത് ഇപ്പോൾ 10ാം നമ്പർ മെഷീൻ എന്താ ചെയ്യുന്നത്, 12ാമത്തെ മെഷീൻ എന്താ ചെയ്യുന്നത്, അത് ജസ്റ്റ് ആപ്പിലൂടെ സെലക്ട് ചെയ്താൽ മതി. പിന്നെ ഫെച്ച് ഓൾ ദ ഡാറ്റ. എന്നാൽ നമുക്ക് കച്ചവടത്തിന്റെ കാര്യം സംസാരിക്കാം. ഞങ്ങളുടെ ഓഫർ സർ 50 ലക്ഷത്തിന് 20%. എന്റെയും ജിമ്മിയുടെ 25 വെച്ചുള്ള ഓഫറാണ് 10%. സാർ 50 ലാഖിന് റിയലി സാർ, ഞാൻ കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് ഒരു ഇക്വിറ്റി സേവ് ചെയ്ത് വെച്ചായിരുന്നു. അപ്പോൾ ഇതുവരെ എത്ര ഇക്വിറ്റി കൊടുത്തിട്ടുണ്ട്? ഒന്നുമില്ല. അപ്പോൾ ഈ 100% നിങ്ങൾ അതെ, മുഴുവനായിട്ടും. അപ്പൊ നിങ്ങളുടെ ഓഫർ ഓക്കെയാണ്. നിങ്ങളിപ്പോ ഒരു ഓഫർ നൽകിയിട്ടുണ്ടല്ലോ. എനിക്ക് തോന്നുന്നത് മാർക്കറ്റ് സർവേയും കൂടി ഒന്ന് കഴിഞ്ഞിട്ട് ഇതിനെപ്പറ്റി ഒന്ന് സീരിയസ് ആയിട്ട് ആലോചിക്കാമെന്നാ. പിന്നെ 2 ടൈറ്റൻസ് ഇപ്പോഴും ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. ആശിഷ് സാർ, നമുക്കൊരു മാർക്കറ്റ് സർവേ എടുക്കാം. ഷുവർ. നിങ്ങൾ നിങ്ങളുടെ മാർക്കറ്റ് സർവേയിൽ എത്ര വോട്ടാണോ നൽകാൻ ആഗ്രഹിക്കുന്നത്, അത് കുറച്ച് ഇമോഷണൽ ആയിട്ട് ഈ പാനിപ്പൂരി മെഷീൻ നോക്കിയിട്ടൊന്നും ചെയ്യണ്ട. ഇദ്ദേഹത്തിന്റെ കയ്യിൽ വേറെ മെഷീൻസ് ഉണ്ട്. അതും കുറച്ച് വില കൂടിയ മെഷീൻസ് ആയിട്ട് ഞങ്ങൾക്ക് തോന്നുന്നു. അപ്പോൾ നിങ്ങളുടെ സമയം ഇതാ തുടങ്ങുന്നു. പ്ലീസ് വോട്ട്. അപ്പോൾ മാർക്കറ്റ് ഡിമാൻഡ് നോക്കാം. പ്ലീസ് റിസൾട്ട് കാണിക്കൂ. ടൈറ്റൻസ്, രണ്ടാമതൊന്ന് അല്ലെങ്കിൽ കുറച്ചുകൂടി വലുതായിട്ടൊന്ന് ചിന്തിക്കാനുള്ള സമയമായിരിക്കുകയാണെന്ന് തോന്നുന്നു. ഞാൻ 25 ലക്ഷത്തിന് 10%, ഇദ്ദേഹം 25 ലക്ഷത്തിന് 10%, മൊത്തം 50 ലക്ഷത്തിന് 20%. ഈ ഓപ്ഷനോട് ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടോ? ബൻസൽ സാർ, താങ്കൾ? ഞാനിപ്പോൾ തൽക്കാലം ജിമ്മിക്ക് വേണ്ടി ഓർഡർ വിടുകയാണ്. തൽക്കാലം ഈ ഡിസിഷൻ ഞാനിപ്പോൾ ഹോൾഡ് ചെയ്യുകയാണ്. ഓക്കെ, ശൈലി. ഞാൻ നിങ്ങളുടെ മെഷീൻ എവിടെയൊക്കെ കണ്ടാലും അവിടെ നിന്ന് പാനിപ്പൂരി കഴിക്കും. ഇറ്റ്സ് നോട്ട് ദ ഏരിയ ഓഫ് മൈ എക്സ്പെർട്ടീസ്, സോ ഐ വുഡ് ലൈക്ക് ടു സിറ്റ് ഔട്ട് ഓൺ ദ ഇൻവെസ്റ്റ്മെന്റ്. നിങ്ങൾക്ക് കൗണ്ടർ തരാൻ പറ്റുമോ? അതൊരു പക്ഷെ ഞങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ. സാർ, ഇപ്പോൾ 50 lakhs ഫോർ 20%, ഇത് മതിയാവില്ല. സോറി ടു സേ. എനിക്ക് ശരിക്കും ഒരു 2 CR ആവശ്യമുണ്ട്. കാരണം എനിക്ക് കുറഞ്ഞ സമയം കൊണ്ട് കൂടുതൽ ഇതിൽ വേറെയും കുറെ ഇൻവെസ്റ്റ്മെന്റ് വരുന്നുണ്ട്. നിങ്ങൾക്കിപ്പോൾ ഇതൊരു മാർജിൻ മണി ആക്കിക്കൊണ്ട് ബാങ്കിൽ നിന്ന് ഒരു ടേം ലോൺ എടുക്കാൻ പറ്റുമല്ലോ. ഈ 50 ലക്ഷം യു ക്യാൻ യൂസ് ഇറ്റ് ആസ് ഇക്വിറ്റി മണി, മാർജിൻ മണി ആൻഡ് ഗെറ്റ് 1.25 കോടി ഫണ്ട് ബാങ്കിൽ നിന്ന് ലഭിക്കും. ബാങ്ക് എനിക്ക് മെന്ററി തരുന്നില്ലല്ലോ. സാർ, ഇദ്ദേഹത്തിന് പൈസ മാത്രമല്ല വേണ്ടത്, നിങ്ങളുടെ മെന്റർഷിപ്പ് കൂടിയാണ് വേണ്ടത്. സാർ, ഞാനൊരു ക്രിട്ടിക് കമ്പനിയിൽ ഇൻവെസ്റ്റ്മെന്റ് ചെയ്തിരുന്നു US-ല്. അഷൂർ പ്രിന്റഡ് ഹോംസ് എന്നൊക്കെ പറഞ്ഞ്. നിങ്ങൾക്ക് അങ്ങനെ 3D പ്രിന്റിംഗിൽ എന്തെങ്കിലും ഹെൽപ്പ് വേണമെങ്കിൽ വി ക്യാൻ ബ്രിങ് ദോസ് ടൈപ്സ് ഓഫ് തിങ്സ് ഫോർ യു. ജസ്റ്റ് ഒന്ന് ആലോചിച്ചോളൂ. ഇപ്പോഴും നിങ്ങളുടെ ആൻസർ നോ എന്നാണെങ്കിൽ വി റെസ്പെക്ട് യുവർ ഡിസിഷൻ. ഇപ്പോൾ പെർസെന്റേജിന്റെ കാര്യത്തിൽ എനിക്ക് നെഗോഷിയേറ്റ് ചെയ്യാൻ പറ്റും, പക്ഷേ എമൗണ്ടിന്റെ കാര്യത്തിൽ എനിക്ക് 2 CR വേണം. ആശിഷ് സാർ, അപ്പോൾ എന്ത് പറയുന്നു? ഞങ്ങളുടെ ടൈറ്റൻസുമായിട്ട് കൈകോർക്കാൻ നിങ്ങൾ തയ്യാറാണോ? സാർ, ഇറ്റ്സ് ഡസ് നോട്ട് വർക്ക് ഫോർ മീ. താങ്ക് യു സോ മച്ച് ഫോർ യുവർ അപ്രിസിയേഷൻ. വെരി ഹാപ്പി ടു മീറ്റ് യു. Thank you. ഗുഡ് ലക്ക് യു. ഓൾ ദി താങ്ക് യു, ബെസ്റ്റ്. താങ്ക് യു, Okay, all the best. താങ്ക് യു സോ മച്ച്. ഞാൻ എന്താ ചെയ്യേണ്ടതെന്ന് ശരിക്കും ഫിക്സ് ചെയ്തിരുന്നു. പെർസെൻറ്റേജിൻ്റെ കാര്യത്തിൽ നോക്കായിരുന്നു, പക്ഷേ അമൗണ്ടിൽ വിട്ടുവെച്ച് ചെയ്യാൻ പറ്റില്ലായിരുന്നു. ഞാൻ ഇവരുടെ മെൻറ്റർഷിപ്പും എല്ലാം യൂസ് ചെയ്തുകൊണ്ടിരിക്കും. എപ്പോഴെങ്കിലുമൊക്കെ ശരിയായി വരും. പക്ഷേ ഫണ്ടിൻ്റെ ഒരു യൂട്ടിലൈസേഷൻ ഉണ്ടല്ലോ, അതിൻ്റെ പർപ്പസ്, അതിപ്പോൾ ഞാൻ ഇവരുടെ ഇരുന്ന് വാങ്ങിക്കുകയാണെങ്കിലും ഞാൻ ഉദ്ദേശിക്കുന്ന പർപ്പസിന് അത് മാച്ച് ആവില്ലായിരുന്നു. ഇവരെ ഹാപ്പി ആക്കാനും പറ്റില്ല. ജിമ്മി സാറേ, എന്നാലും അദ്ദേഹത്തിന് കുറച്ചുകൂടി ഓഫർ കൂടുതൽ കൊടുക്കാമായിരുന്നു. കൈ കൊടുക്കാമായിരുന്നു. ഭയങ്കര ഗ്യാപ്പ് ഉണ്ട്. അതും വയബിൾ ഗ്യാപ്പ് അല്ല.